ഈ കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? പേര് പറയുന്ന പോലെ തന്നെ കൺജനിറ്റലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കുന്ന ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. സോ ഡോക്ടർ, അടുത്തായിട്ട് നമുക്ക് ഈ കുട്ടികളിലെ പ്രതിരോധശേഷി എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, സാധാരണയായിട്ട് പേരൻസ് വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ ഡോക്ടറെ സ്കൂളിൽ പോകാൻ തുടങ്ങി 2 ദിവസം സ്കൂളിൽ പോകും, പിന്നെയുള്ള 2 ആഴ്ചത്തേക്ക് സ്കൂൾ കാണുന്നില്ല, ഒരു മാസമായി സ്കൂളിൽ പോയിട്ട് എന്നാ ചെയ്യുക, ഈ കൊച്ചിനിങ്ങനെ പനിയും ചുമയും വന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് കൊച്ചിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക? സാധാരണയായിട്ട് പാരൻസ് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് ആസ്ക് ടു ദി എക്സ്പേർട്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ സിസ്റ്റർ സിസി വർഗീസ് ആണ്. വെൽക്കം സിസ്റ്റർ. താങ്ക് യു. സോ സിസ്റ്റർ, നമുക്ക് ചോദ്യങ്ങളിൽ കിടക്കാം അല്ലേ? ഈ ജനിച്ചയുടനെയുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്? ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? നവജാത ശിശുക്കളിൽ മാസം തികഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 60% മുതൽ 70% വരെയും, മാസം തികയാതെ ഉണ്ടാകുന്ന കുട്ടികളാണെങ്കിൽ 80% മുതൽ 90% വരെയും ജോണ്ടിസ് വരാനുള്ള സാധ്യതയുണ്ട്. ജോണ്ടിസിൻ്റെ കാരണം എന്ന് പറയുന്നത്, മഞ്ഞ ഉണ്ടാകുന്നതിൻ്റെ കാരണം ബിലിറുബിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ്. ബിലിറുബിൻ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് ശരീരത്തിൽ നമ്മുടെ RBC ചുവന്ന രക്താണു വിഘടനം നടത്തുമ്പോഴാണ് ബിലിറുബിൻ ഉണ്ടാകുന്നത്. അതൊരു ബൈ പ്രോഡക്റ്റായിട്ടുണ്ടാകുന്ന ഒരു വസ്തുവാണ്. ഈ ബിലിറുബിൻ ശരീരത്തിൽ ലിവറിലേക്ക് പോകുന്നു, ലിവറിൽ നിന്ന് അത് കുടലിലേക്ക്, കുടലിൽ നിന്ന് പിന്നെ അത് മലത്തിലൂടെയും മൂത്രത്തിലൂടെയും വിസർജിക്കപ്പെടുന്നു. അതാണ് സംഭവിക്കുക. നമ്മുടെ നവജാത ശിശുക്കളിലാണെങ്കിൽ RBC ഡിസ്ട്രക്ഷൻ കൂടുമ്പോഴും അതുപോലെ തന്നെ ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് മന്ദഗതിയിലാകുമ്പോഴും പെട്ടെന്ന് തന്നെ ജോണ്ടിസ് ഉണ്ടാകാം. ഇനി ഇതാരിലാണ് കാണപ്പെടുന്നത്? എല്ലാ ശിശുക്കളിലും കാണുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ. കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസം തികയാതെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് തമ്മിൽ ചേരാതെ വരുമ്പോൾ, അതായത് RH നെഗറ്റീവായിട്ടുള്ള ഒരു അമ്മയ്ക്ക് RH പോസിറ്റീവായിട്ടുള്ളൊരു കുഞ്ഞുണ്ടാകുമ്പോൾ, പിന്നെ O പോസിറ്റീവായിട്ടുള്ള മദർ, ബേബി ഒന്നുകിൽ A പോസിറ്റീവ് അല്ലെങ്കിൽ B പോസിറ്റീവ് അല്ലെങ്കിൽ AB പോസിറ്റീവ്, ഇങ്ങനെയുള്ള ബ്ലഡ് ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളപ്പോൾ, അതായത് സെപ്സിസ് എന്ന് പറയുന്നത് എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ, ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ, പിന്നെ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളാണെങ്കിലൊക്കെ ഇങ്ങനെ ബിലിറുബിന് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും? അത് സാധാരണഗതിയിൽ നമ്മൾ ആദ്യത്തെ ഒരു വേ എന്ന് പറയുന്നത് ക്ലിനിക്കൽ എക്സാമിനേഷനാണ്. ഇന്ത്യൻസ് ആർ വെൽ നോൺ ഫോർ ദെയർ ഹിസ്റ്ററി ആൻഡ് എക്സാമിനേഷൻ എന്നാണ് പറയുക. അപ്പോൾ കുഞ്ഞിനെ നോക്കി കണ്ണുകളിൽ നോക്കുന്നു, മുഖത്ത് നോക്കുന്നു, ശരീരത്ത് നോക്കുന്നു, ശരീരത്തിൻ്റെ എത്ര ഭാഗം വരെ മഞ്ഞപ്പ് വ്യാപിച്ചിട്ടുണ്ടെന്ന് നോക്കുന്നു. അതൊക്കെ ഒരു കണക്കുണ്ട് കേട്ടോ. ഒരു ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്ന ഒരു റൂള് തന്നെയുണ്ട്. ആ റൂൾ അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു ബിലിറുബിൻ്റെ അളവ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് പ്രസ് ചെയ്ത് ശരീരത്തിൻ്റെ ഒരു ഹാർഡായിട്ടുള്ള ഭാഗത്ത് നെറ്റിയിൽ നമ്മൾ പ്രസ് ചെയ്യും, സ്റ്റെർണത്തിൽ പ്രസ് ചെയ്യും, പിന്നെ കാലിൽ അല്ലെങ്കിൽ ഉള്ളം കാലിൽ പ്രസ് ചെയ്ത് നോക്കിയാണ് നമ്മളത് മനസ്സിലാക്കുക കൂടുതലായിട്ട്. പൊതുവേ പേരൻസ് നോക്കുക കണ്ണിലെ മാത്രം മഞ്ഞപ്പാണ്, പക്ഷെ അത് മാത്രം കൊണ്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു ട്രാൻസ്ക്യൂട്ടേനിയസ് ബിലിറുബിനോമീറ്റർ എന്ന പേരുള്ള ഒരു മെഷീനുണ്ട്. ആ മെഷീനാണെങ്കിൽ നമുക്ക് ബ്ലഡ് എടുക്കാതെ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് നെറ്റിയിലോ അല്ലെങ്കിൽ സ്റ്റെർണത്തിലോ സ്പർശിച്ചുകൊണ്ട് നമുക്കത് ശരീരത്തിൽ ബിലിറുബിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മെഷീന് ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ബിലിറുബിനെ കണ്ടുപിടിക്കാൻ സഹായിക്കും. മൂന്നാമത്തേതാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ടോട്ടൽ ബിലിറുബിന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ബിലിറുബിൻ്റെ അളവ് കണ്ടെത്താൻ കഴിയും. എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടത്? അതിനുമുണ്ട് ഒരു റൂള്. നമ്മൾ പീഡിയാട്രിക്സിലെല്ലാം പ്രോട്ടോക്കോൾസ് വഴി പോകാമെന്ന് പറയും. അപ്പോൾ നിയോനേറ്റൽ ജോണ്ടിസിന് ഒരു പ്രോട്ടോക്കോളുണ്ട്, ഒരു ഗ്രാഫുണ്ട്. ആ ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യും ഇത്ര ദിവസമായ കുട്ടിക്ക് അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കഴിഞ്ഞ കുട്ടിക്ക് ഇത്രയേ പാടുള്ളൂന്നുണ്ട്. ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫോട്ടോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു
3 ദിവസം പ്രായമുള്ള ഒരു കുട്ടിക്ക് 14 ബിലിറുബിൻ കണ്ടാൽ നമ്മൾ ഉടൻ തന്നെ ഫോട്ടോതെറാപ്പി തുടങ്ങിയെന്ന് വരും. പക്ഷെ അതേസമയം ഒരു 8 ദിവസമുള്ള ഒരു കുട്ടിക്ക് 12-14 ബിലിറുബിൻ കണ്ടാൽ നമ്മൾ ഒന്നും ചെയ്യില്ല, നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ ബിലിറുബിന് ഫോട്ടോതെറാപ്പി നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ നമ്മൾ ഈ ഗ്രാഫിൽ വെച്ച് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫോട്ടോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കാം. ഇനി ട്രീറ്റ്മെൻറ്റ് ഫോട്ടോതെറാപ്പി തന്നെയാണ്. ബ്ലൂ ലൈറ്റ് നമുക്കറിയാമല്ലോ, ലൈറ്റിന് വിബ്ജിയോർ എന്ന് പറയുന്ന ഘടകങ്ങളുണ്ട്. അതിനകത്ത് ബ്ലൂ ലൈറ്റ് ആണ് നമ്മൾ ഫോട്ടോതെറാപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോട്ടോതെറാപ്പി എത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് കുട്ടിയുടെ ബിലിറുബിൻ്റെ അളവ് നോക്കി റിപ്പീറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഇനി ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇതാണ്, അമ്മമാരൊക്കെ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, കണ്ണിൽ മഞ്ഞപ്പ് കാണുന്നുണ്ട്, വെയിലത്ത് വെച്ചാൽ മതിയോ, വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ബിലിറുബിൻ കുറഞ്ഞു കിട്ടുമോ? ഇതായിരിക്കും ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട്. അപ്പോൾ അതിന് പറയാനുള്ള ഒരു ഉത്തരം ഇതാണ്. പണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ 17-18th സെഞ്ച്വറിയിലൊക്കെ ഒരു സിസ്റ്റർ വാർഡ് എന്ന പേരുള്ള ഒരു സിസ്റ്ററാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ബിലിറുബിൻ ഇങ്ങനെ വെയിലിനോടടുത്ത് കിടന്നിട്ടുള്ള വെയിൽ ഏറ്റിട്ടുള്ള കുട്ടികളിൽ ശരീരത്തിൻ്റെ മഞ്ഞപ്പ് കുറഞ്ഞു കാണുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചതും ഇങ്ങനെ ഒരു പ്രാക്ടീസ് നിലവിൽ വന്നതും സിസ്റ്റർ വാർഡർ എന്ന പേരുള്ള ഒരു ഇംഗ്ലീഷ് സിസ്റ്റർ മുഖേനയാണ്. പിന്നീട് നമ്മളുടെ ഫോട്ടോതെറാപ്പിയൊക്കെ വന്നതോടുകൂടി, നമ്മുടെ മെഡിസിൻ കൂടുതൽ അഡ്വാൻസ് ആയതോടുകൂടി നമ്മൾ ഫോട്ടോതെറാപ്പി നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഫോട്ടോതെറാപ്പിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കത് കണ്ടിന്യൂസ് ലൈറ്റ് കൊടുത്തിട്ട് ആവശ്യമായ സമയത്തേക്ക് മാത്രം കൊടുത്ത് നമുക്ക് നിർത്താൻ പറ്റും. അതേസമയം നമ്മൾ സൺലൈറ്റിലാണെങ്കിൽ നമുക്ക് ആ കണ്ടിന്യൂസ് ലൈറ്റ് തെറാപ്പി നടക്കില്ല. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ കുഞ്ഞിനെ എക്സ്പോസ് ചെയ്യുമല്ലേ, ചിലപ്പം കൂടുതൽ തണുപ്പുണ്ടാവാം, കൂടുതൽ ചൂടുണ്ടാവാം, അതൊന്നും കുഞ്ഞിന് ചിലപ്പോൾ പറ്റില്ല. ചെറിയ മക്കളിലാണെങ്കിൽ അത് ഹൈപ്പോതെർമിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ബേൺസ് ഉണ്ടാവാം. അപ്പോൾ അതിനൊന്നും ഇടവരാതിരിക്കുക. അതുകൊണ്ട് ഫോട്ടോതെറാപ്പിയാണ് ഏറ്റവും നല്ല മെത്തേഡ്. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു 20-ന് മുകളിൽ വന്നു കഴിഞ്ഞാൽ, ബിലിറുബിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു എമർജൻസി സിറ്റുവേഷനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. അത് ഫോട്ടോ തെറാപ്പി കൊടുത്ത് അത് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്നൊരു മെത്തേഡുണ്ട്. അതായത് അതൊരു വലിയ പ്രൊസീജിയറാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് നമ്മൾ വേറൊരാളിൻ്റെ ബ്ലഡ് കടത്തിവിടുകയും കുഞ്ഞിൻ്റെ ശരീരത്തിലെ ബ്ലഡ് കുറേശ്ശെയായിട്ട് നീക്കി, അതായത് ഒരു 10-15 ml വെച്ചിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് നീക്കുകയും അതോടൊപ്പം വേറൊരു സൈഡിൽ കൂടെ ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനാണ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ പറയുന്നത്. അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് ജോണ്ടിസ് കൂടുതലായ എന്താ സംഭവിക്കുക, എന്താണ് പ്രോബ്ലം ഉണ്ടാകുക, അതറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ശരിക്കും നമ്മുടെ ബ്രെയിനിനെ അത് ബാധിക്കുന്നുള്ള. ബിലിറുബിൻ ബ്രെയിനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചലനത്തിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകാം, കേൾവിക്കുറവുകളുണ്ടാകാം, പിന്നെ കോറിയ തിറ്റോയിഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് കുഞ്ഞിൽ ഡെവലപ്പ് ചെയ്യാം. സെറിബ്രൽ പാൾസി പോലുള്ള മാരകമായ അവസ്ഥയിലേക്ക് കുഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ ട്രീറ്റബിൾ ആണ്. നേരത്തെ നമ്മൾ ഈ ഫോട്ടോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ തന്നെ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ചൈൽഡ് വിൽ ബി സേഫ്. ഓക്കെ ഡോക്ടർ, കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ഉറക്കക്കുറവ്. എങ്ങനെയാണ് നമുക്കത് പരിഹരിക്കാനാവുക? എന്തായിരിക്കും അതിൻ്റെ കാരണം? നല്ലൊരു ചോദ്യമാണ്. സാധാരണ മാതാപിതാക്കൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഡോക്ടർ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, രാത്രി മൊത്തം കരച്ചിലാണ്, ഉറങ്ങുന്നില്ല, കുഞ്ഞ് ഉറങ്ങുന്നില്ലെന്നാണ് പരാതി. സാധാരണഗതിയിൽ ന്യൂ ബോൺസ് ഒരു 18 മണിക്കൂർ വരെയും 18-20 മണിക്കൂർ വരെയും ഉറങ്ങുമെന്നാണ് പറയുക. കുഞ്ഞിന് നന്നായിട്ട് പാല് കൊടുത്താൽ അടുത്ത ഒരു 1-1.5 മണിക്കൂർ, 1.5-2 മണിക്കൂർ കുഞ്ഞുങ്ങൾ ഉറങ്ങും. ന്യൂ ബോൺസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ഒരളവ് കുറച്ചുകൂടെ കഴിയുമ്പം 2-3 മാസം ആകുമ്പോഴത്തേനും ഒരു ഇച്ചിരി കുറയും. അറ്റ സ്ട്രെച്ച് അവർ ചിലപ്പം 3 മണിക്കൂറൊക്കെ ഉറങ്ങിയെന്ന് വരും. ഇത്തിരി കൂടെ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ചിലപ്പം അറ്റ സ്ട്രെച്ച് ഉറങ്ങിയെന്ന് വരും. അപ്പോൾ കുഞ്ഞ് ഉറങ്ങാതിരിക്കുന്നു, കരയുന്നു. അതിൻ്റെയൊക്കെ റീസൺസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഓഫ് റീസൺസ് ആണ്.
അതിനുള്ളത്. അപ്പോൾ എന്താണ് ഈ ഉറക്കം വരാതിരിക്കുന്ന കരയാനുള്ള കാരണം എന്താണ്? ഇപ്പം സാധാരണഗതിയിൽ കുഞ്ഞ് വിശന്ന് കഴിഞ്ഞാൽ കരയാൻ തുടങ്ങും അല്ലേ? കുഞ്ഞ് വിശന്ന് കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്ന അവർക്കുള്ള ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരായുധം എന്നൊക്കെ പറയുന്നത് തന്നെ കരച്ചിലാണ്. അപ്പോൾ അവർ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഇച്ചിരി ആക്ഷനൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞ് ഒരു ഞെളിവിരി കൊണ്ട് ചിലപ്പോൾ അമ്മയുടെ ഭാഗത്തേക്കൊന്ന് തല ചരിച്ച് വെച്ചൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു അറ്റൻഡ് ചെയ്യപ്പെടുന്നില്ലെന്ന് കാണുമ്പോൾ കൊച്ചു പിന്നെയും കരയാൻ ആരംഭിക്കും, കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കൂടും. അപ്പോൾ ഇത് നമുക്ക് 2-3 ദിവസം കഴിയുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാവുക, എപ്പോഴാണ് കൊച്ചിന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞ് ഉറങ്ങാൻ സമയമായി, ഉറങ്ങാൻ പറ്റുന്നില്ല, അപ്പോഴത്തേന് കുഞ്ഞ് കരയാൻ ആരംഭിക്കാറുണ്ട്. പിന്നെ കുഞ്ഞ് കരയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് അടയുമ്പോൾ നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങളുടെയൊക്കെ ആ ചെറിയ സ്പേസാണ്, ചെറിയ ലേശം ഒരു സെക്രീഷൻ കൂടുതൽ ഉണ്ടായാൽ മതി പെട്ടെന്ന് മൂക്കടയും. അവർക്കാണെങ്കിൽ വാ തുറന്ന് ശ്വാസം എടുക്കാനിട്ട് പറ്റത്തില്ല, അവർക്ക് അത്ര അറിയില്ല, വാ തുറന്ന് അവരെടുക്കത്തില്ല, അതിന് പകരമായിട്ട് അവർ കരയാൻ ആരംഭിക്കും. അപ്പം അതിന് സാധാരണയായി ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾക്ക് സലൈൻ നേസൽ ഡ്രോപ്പ് മൂക്കിലും ഓരോ തുള്ളി ഇറ്റിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ആ ഡിഫിക്കൽട്ടി അങ്ങ് മാറുകയും കൊച്ച് ഉറങ്ങാൻ ആരംഭിക്കുകയും ചെയ്യും. പിന്നീടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ഡയപ്പർ, ചിലപ്പം ഡയപ്പർ ഒന്ന് നനഞ്ഞാൽ, മൂത്രം ഒഴിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്തിട്ടായിരിക്കും, ഡയപ്പർ നനയാണെങ്കിൽ കൊച്ച് കരയാൻ ആരംഭിക്കും, കൊച്ച് ഉറങ്ങുകയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താലേ അത് കുഞ്ഞ് പിന്നെ സ്വസ്ഥമാവുകയുള്ളൂ. അതിനുശേഷം പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് കുഞ്ഞിന് തണുത്താലും കുഞ്ഞ് ഉറങ്ങുകയില്ല, കരയും. അപ്പോൾ ചിലപ്പോൾ തുണി ഒന്ന് മാറിക്കിടന്നാൽ മതിയാവും ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കരയാൻ ആരംഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷനാണ്. യൂറിനറി ഇൻഫെക്ഷൻ അതായത് മൂത്രം പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മൂത്രം പൊക്കോണ്ടിരിക്കുമ്പോഴോ കുഞ്ഞിന് വേദന ഉണ്ടാവുകയും അതോടൊപ്പം കുഞ്ഞ് കരയുകയും ചെയ്യും. യൂറിനറി ഇൻഫെക്ഷൻ ഒരു റീസണാണ്. പിന്നെ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഈ കോളിക്കി പെയിനാണ്. സാധാരണ ശിശുക്കളിൽ അതൊരു വൈകുന്നേരം ആകുമ്പോഴത്തേനും, പകല് മൊത്തം വലിയ കുഴപ്പമൊന്നുമില്ല, രാത്രി ആകുമ്പോഴത്തേനും കരച്ചിൽ. അപ്പോൾ കോളിക്കി പെയിൻ എന്ന് അതിന് പറയാം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, കൊച്ചിനെ നന്നായിട്ടൊന്ന് തോളിലിട്ട് അബ്ഡോമൻ്റെ ഭാഗം ഒന്ന് ഈ നമ്മുടെ തോളിൻ്റെ ഭാഗത്തേക്ക് വെച്ച് നന്നായിട്ട് ഒന്ന് തട്ടിക്കൊടുത്ത് ബർപ്പ് ചെയ്ത് തന്നെ ഗ്യാസ് പോവുകയും ചെയ്യും. അതോടെ തന്നെ കൊച്ച് കരച്ചിൽ നിർത്തുകയും ചെയ്യും. അതൊരു ഒരു നല്ല പൊസിഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ കൊളുക്കി പെയിൻ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ തലതിരിച്ച് കിടത്താം. നമുക്ക് തലതിരിച്ച് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അബ്ഡോമൻ പ്രസ് ചെയ്ത് കിടക്കുമ്പോൾ നമ്മുടെ മടിയിലൊന്നുകിൽ ഇരുത്താം. നമ്മൾ ഇരിക്കുന്ന പൊസിഷനിലാണെങ്കിൽ നമ്മുടെ കട്ടിലോട്ടെങ്ങാനും ഒന്ന് ചാരി ഇരുന്നിട്ട് കുഞ്ഞിനെ മടിയിലെടുത്തി ഒന്ന് തലതിരിച്ച് കിടത്തുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, തല ഒരു വശത്തേക്ക് ചരിച്ച് വെക്കണം, മൂക്കടഞ്ഞു ശ്വാസതടസ്സം ഒന്നും ഉണ്ടാവാൻ ഇടയാവരുത്. അപ്പോൾ തലതിരിച്ച് വെച്ചൊന്ന് കുറച്ച് നേരം കിടത്തി കഴിഞ്ഞാൽ തന്നെ കുഞ്ഞ് സെറ്റിലാവും. കോളിക്കേളെന്ന് പറയുന്ന ഡ്രോപ്പ്, സിമത്തിക്കോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊതുവെ നമ്മൾ ഉപയോഗിക്കാറില്ല കുഞ്ഞുങ്ങളിൽ. അതുപോലെ തന്നെ ഈ നമ്മുടെ അമ്മമാരുടെ ട്രീറ്റ്മെൻറ്റാണ് ജാതിക്ക അരച്ച് കൊടുക്കൽ. ജാതിക്കയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ പൊതുവെ അതൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത്രയൊക്കെ കാരണങ്ങളാണ് പിന്നെ കുഞ്ഞിങ്ങനെ പെട്ടെന്ന് കരയുന്നതിൻ്റെ റീസൺസ് ആയിട്ട് പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉറക്കം പറഞ്ഞാണ് തുടങ്ങിയത്, ഉറക്കത്തിൽ നിന്നാണ് നമ്മൾ കരച്ചിലേക്ക് പോയത്. അപ്പോൾ കുറച്ചുകൂടെ പ്രായം കഴിയുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി അവരുടെ സ്ലീപ്പ് കുറച്ചുകൂടെ ഓർഡർ ആവാൻ ആരംഭിക്കും. പക്ഷേ ഇതിന് മാതാപിതാക്കൾക്ക് ഒരു വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, 2 വയസ്സിന് താഴെ കുഞ്ഞുങ്ങൾക്ക് സ്ക്രീനുകൾ കൊടുക്കരുത്, അതായത് സ്ക്രീൻ ടൈം അതുണ്ടാവരുത്, മൊബൈൽ ഫോൺ കാണിക്കരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ ഈ ഫോണിൽ നിന്നുണ്ടാകുന്ന ലൈറ്റ് പലപ്പോഴും കുഞ്ഞിൻ്റെ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിട്ട് പിന്നെ ഉറങ്ങുകയല്ല പിള്ളേർ. ഇപ്പോൾ രാത്രിക്ക് ഒരു 8 മണിയൊക്കെ സമയത്ത് ഫോൺ കൊടുത്തിട്ടാണ് കൊച്ചുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുന്നതെങ്കിൽ, കുറുക്ക് കൊടുക്കുന്നതെങ്കിൽ പിന്നെ കൊച്ചുങ്ങൾ ഉറങ്ങത്തില്ല. പിന്നെ നമ്മുടെ കൂടെ കളിച്ച് ഇങ്ങനെ ഓടി നടന്ന് പിന്നെ അവർ ഉറങ്ങാകുമ്പോഴത്തേനും ചിലപ്പോൾ 12 മണി 1 മണിയാവും. പിന്നെ ഇത് ഇവരുടെ റുട്ടീനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഉറങ്ങില്ല അതിന് മുമ്പ്. അപ്പോൾ ഒരു സ്ലീപ്പ് റുട്ടീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് ഒരു 2 വയസ്സ് 3 വയസ്സ് അപ്പോഴേ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിലാണ് നമുക്കത് ഭാവിയിലേക്കും പ്രയോജനപ്രദമാകുക.
അപ്പോൾ അതായത് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും, ഒരു 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേനും ബെഡിൽ കയറ്റണം. ബെഡിൽ കിടത്തി ഒന്നുകിൽ കഥ പറഞ്ഞോ പാട്ട് പാടിയോ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞോ തട്ടിയോ എങ്ങനെയെങ്കിലുമൊക്കെ 8:30 ആകുമ്പോഴത്തേനും അവരെ ഉറക്കാനുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്ന്, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. അതോടൊപ്പം സ്ക്രീൻ ടൈം കുറയ്ക്കുകയും ചെയ്യുക. സ്ലീപ്പിലൊരു റുട്ടീൻ ഉണ്ടായാലേ അത് ഭാവിയിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. നമുക്കൊരു സർക്കാഡിയൻ ഋതം ഉണ്ട്. ഡേ ആയിട്ടും നൈറ്റിനായിട്ട് നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ റൂം വെൽ ലൈറ്റഡ് ആണ്, നമ്മളൊക്കെ നമ്മുടെ പണിയായിട്ട് നടക്കുവാണ്, ശബ്ദമൊക്കെയാണ്. അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ രാവേത് പകലെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് കൊച്ചിനെ കിടത്തി ഇപ്പോൾ കൂടെ നമ്മളും കിടന്ന് കൊച്ചിനെ ഉറക്കുക എന്നുള്ളതാണ്. അപ്പം പകല് കൂടുതൽ ഉറങ്ങുന്ന ഒരു കുഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അവർ പകല് സമയം കൂടുതൽ ഉറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് കിടത്തി ഉറക്കരുത്. രാവിലെ ഉറങ്ങിയെങ്കിൽ ഉറങ്ങിക്കോട്ടെ, പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് നമ്മളുടെ ചിലപ്പം പേരൻസ് ഇങ്ങനെ വിചാരിക്കാറുണ്ട്, നമുക്ക് വീട്ടിലെ പണികൾ തീരാനുണ്ട്, കൊച്ചിച്ചിരി നേരം ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് പാരൻസ് വിചാരിച്ചാൽ ഉണ്ടാകുന്ന ഒരു ദൂഷ്യം, അവർക്ക് രാത്രിയിൽ അവരുറങ്ങാൻ വരുമ്പോൾ കൊച്ചു നല്ല അലേർട്ട് ആക്റ്റീവ് ആയിരിക്കും. അപ്പം കുഞ്ഞിന് ഉറങ്ങാൻ പറ്റുകയില്ല, അതോടൊപ്പം പാരൻസും ഉറങ്ങാതിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. സ്ലീപ്പിനൊരു റുട്ടീൻ ഉണ്ടാക്കുക. നവജാത ശിശുക്കളുടെ സമയം കഴിഞ്ഞിട്ട് കേട്ടോ, ഈ 2 വയസ്സിന് താഴെ 2 വയസ്സിന് കഴിഞ്ഞിട്ട് ആ ടോഡ്ലർ പ്രായത്തിലോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ അടുക്കൽ കുറച്ച് നാൾ മുമ്പ് ഒരു പാരൻറ്റ് വന്നിട്ട് പറഞ്ഞതാണ്, അപ്പനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അമ്മയും ജോലിക്ക് പോകുന്നതാണ്. അപ്പൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞത്, ഉറങ്ങാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ എന്തായാലും രാവിലെ ഡ്യൂട്ടിക്ക് പോകണം, അതുകൊണ്ട് ഞാൻ കൊച്ചിനെ എടുത്തുകൊണ്ട് 2 മണി ആകുമ്പോഴത്തേനും കൊച്ചിനെ എടുത്തുകൊണ്ട് TV-യുടെ മുമ്പിലിരുത്തി കാർട്ടൂൺ ഇടാൻ തുടങ്ങി. അപ്പോൾ അവൻ കുറച്ച് നേരം കാർട്ടൂൺ കണ്ടുകൊണ്ട് 4-4:30 വരെ അവൻ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ അവൻ ഉറങ്ങും. അപ്പോൾ ഞാൻ ഇവനൊരു കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് ഞാനും അവിടെ ഉറങ്ങും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചിനിത് ഹാബിറ്റായി. കൊച്ചെല്ലാ ദിവസവും രാത്രി 2 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് കാർട്ടൂൺ ചോദിക്കുന്നു. കാർട്ടൂണിന് വേണ്ടിയിട്ട് കൊച്ച് അപ്പനെ തല്ലി ഉണർത്തി അപ്പനെയും കൂട്ടി കാർട്ടൂൺ കാണാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊച്ചു വന്നു. അപ്പോൾ ഇത് ചെന്നെത്തിച്ചത് നമ്മുടെ സാഹചര്യം അങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചതാണ്. പക്ഷേ എന്നാലും രാത്രി 2 മണിക്കൊക്കെ കാർട്ടൂൺ കാണിച്ച് കൊച്ചിനെ ഉറക്കാതിരുത്തുക, അല്ലെങ്കിൽ പകൽ കിടത്തുറക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. അത് ഭാവിയിലും ദൂഷ്യം ചെയ്യത്തേ ഉള്ളൂ. സ്ലീപ്പ് റുട്ടീന് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ഒരു വലിയ കടമ അപ്പനും അമ്മയ്ക്കും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഓക്കെ ഡോക്ടർ, അടുത്തായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് എളുപ്പം തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഓക്കെ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഈ പേര് പറയുന്നത് പോലെ തന്നെ അതൊരു സ്പെക്ട്രമാണ്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത സൈഡ് വരെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പം ഏത് സ്ഥലത്ത് വേണേലും ആയിരിക്കാം. ഒരു ചെറിയ വൈകല്യത്തിൽ തുടങ്ങി അതൊരു വളരെ സീരിയസ് ആയ ഇഷ്യൂസിൽ വരെ കണ്ടുവരുന്നുണ്ട് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മൾട്ടി ഫാക്ടോറിയലാണ്. ഒരു റീസൺ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാൻ നമുക്ക് പറ്റുകയില്ല. ചില കുഞ്ഞുങ്ങളിൽ അത് പാരമ്പര്യമായിരിക്കാം, ചില കുഞ്ഞുങ്ങളിൽ ഒരു കാരണവും ഇല്ലാതെ വരാം, ചിലർക്കാണെങ്കിൽ അമ്മ എന്തെങ്കിലും മരുന്ന് കഴിച്ചതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു തകരാറ് കൊണ്ടൊക്കെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ മൾട്ടി ഫാക്ടോറിയലാണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ പറ്റുക? അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് മെയിൻലി ഒരു 4 കാര്യങ്ങളുണ്ട്. ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ, ലാംഗ്വേജ്, സോഷ്യൽ. അപ്പോൾ ഈ ഗ്രോസ് മോട്ടോർ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് സാധാരണഗതി ഒരു 2.5 മാസം 3 മാസമൊക്കെ ആകുമ്പോഴത്തേനും തല ഉറയ്ക്കണം, കഴുത്തുറയ്ക്കണം. ഒരു 4-5 മാസം ആകുമ്പോഴത്തേനും 5-6 മാസമൊക്കെ ആകുമ്പോഴത്തേനും തിരിഞ്ഞു കിടക്കും. പിന്നെ എഴുന്നേറ്റ് പയ്യെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡ് ഫാഷനിലൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങും. ഒരു 9 മാസം ആകുമ്പോഴത്തേനും പയ്യെ ഫർണിച്ചറൊക്കെ പിടിച്ച് പയ്യെ എഴുന്നേറ്റ് നിൽക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ അതാണ് ഈ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓരോ പ്രായത്തിനനുസരിച്ച് ഓരോ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഫൈൻ മോട്ടോർ
ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കൈകൊണ്ടുള്ള ഫൈൻ വർക്കുകൾ. ഇപ്പം ഒരു സാധനം എടുക്കുന്നു, ഇപ്പോൾ പൊടിമക്കളാണെങ്കിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പിടിച്ചായിരിക്കും എടുക്കുക. പക്ഷേ അവർ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത്തേനും പിക്ക് ചെയ്തെടുക്കാൻ തുടങ്ങും, ഈ കയ്യിൽ നിന്ന് ഈ കയ്യിലോട്ട് സാധനങ്ങൾ മാറ്റാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സിൽ വരുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തേന്ന് പറയുമ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഒരു 2 മാസമൊക്കെ ആവുന്ന ഒരു കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. 3 മാസം ആകുമ്പോഴത്തേനും അമ്മയെ കണ്ട് ചിരിക്കാൻ തുടങ്ങും. അപ്പം അപരിചിതരെ കുറച്ച് കഴിയുമ്പോഴത്തേനും അപരിചിതരെ മനസ്സിലാകാൻ തുടങ്ങും. അപ്പോൾ 9 മാസമൊക്കെ ആകുമ്പോഴത്തേനും ടാറ്റ തരും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ടാറ്റ തരും, ബൈ ബൈ തരും. അപ്പോൾ അതൊരു സോഷ്യൽ ഇൻട്രാക്ഷനാണ്. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒരു ഗ്രൂപ്പിൽ ഒരു ഇൻട്രാക്റ്റീവ് ഗെയിമൊക്കെ അവർക്ക് കളിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം അങ്ങോട്ട് കുഞ്ഞിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നു, കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയുള്ള ഒരു കളി. ഒക്കെ ഇൻട്രാക്റ്റീവ് ഗെയിംസ്, അതൊക്കെ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഭാഗമാണ്. സോഷ്യലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കുഞ്ഞിന് വരുന്നു എന്നുള്ളത് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു 2-3 മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേനും ഒരു കൂയിങ് ശബ്ദങ്ങളാണ്. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ 2 മാസമൊക്കെ ആകുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന കാണാം. പിന്നെ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞുങ്ങളാണെങ്കിൽ മോണോസിലബിൾസ്, അതായത് ഒരക്ഷരമുള്ള ഇതൊക്കെ പറയും. മാ പാ ജ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറേ അക്ഷരങ്ങൾ മാത്രം അവർ പറയാൻ തുടങ്ങും. ഒരു 9 മാസം ആകുമ്പോഴത്തേനും ബൈസിലബിൾസ് പറയാൻ തുടങ്ങും. അമ്മ, അപ്പ, ചേട്ട, ചേച്ച, അങ്ങനെയൊക്കെയുള്ള 2 അക്ഷരങ്ങളുള്ള വാക്കുകൾ പറയാൻ തുടങ്ങും. അപ്പോൾ ഒരു 2 വർഷമുള്ള ഒരു കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിച്ച് പറയാനും ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു വാക്കുകളിൽ 2 സെൻറ്റൻസൊക്കെ യോജിപ്പിച്ച് പറയാനും ഒരു 3 വയസ്സ് കഴിയുമ്പോഴത്തേനും ചെറിയ പാട്ട് പാടാൻ തുടങ്ങും. 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ഒരു റൈമൊക്കെ പാടാനും ഒരു ചെറിയ കഥയൊക്കെ പറയാനൊക്കെ തുടങ്ങും. അപ്പോൾ അതാണ് ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഓട്ടിസം ഉള്ള ഒരു കുട്ടി, അവർക്ക് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറഞ്ഞു വരും. അപ്പോൾ ഒരു 3 വയസ്സുള്ളൊരു കുട്ടി, ഞാൻ പറഞ്ഞല്ലോ ഇൻട്രാക്റ്റീവ് ഗെയിംസ് ഒക്കെ അവർ കളിക്കും. ആ ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയിൽ ഉണ്ടാവില്ല. അവരുടെ ഒരു പ്രത്യേക ടൈപ്പ് മൂവ്മെൻ്റ് ആയിരിക്കും, സ്റ്റീരിയോ ടൈപ്പിക് മൂവ്മെൻ്റ് എന്ന് പറയാം. അതിങ്ങനെ ഇപ്പോൾ ഞാനൊരു കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ ആ കളിപ്പാട്ടം പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ അവിടെ ഇരിക്കും. ആ കുഞ്ഞ് ആ ഒരു സ്ഥലത്തു നിന്ന് മാറാതെ ആ ഒരു കളിപ്പാട്ടം കൊണ്ട് തന്നെ ഇരിക്കും. സാധാരണഗതി നമ്മുടെ സാധാരണ പിള്ളേരെന്ത് ചെയ്യും, ഒരു കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം ഇരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ആ കളിപ്പാട്ടം വിട്ടിട്ട് അടുത്ത കളിപ്പാട്ടത്തിൽ നോക്കും. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന് ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്ത് പോകുന്ന ഒരു രീതി ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഉണ്ടാവില്ല. അപ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഇതായിരിക്കും. ഒന്ന് ഈ സോഷ്യലായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയുന്നത്, അവർ തന്നെ ഇരുന്ന് അവരുടേതായ ഒരു ലോകത്തിൽ ഇരിക്കാനായിരിക്കും അവർ പ്രിഫർ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, അവരോട് സംസാരിക്കില്ല. ഇപ്പോൾ 3 വയസ്സുള്ള ഒരു കുട്ടി അപ്പ അമ്മ എന്ന് മാത്രമേ സംസാരിക്കുന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വാർണിംഗ് സൈനാണ്. ഒരു പീഡിയാട്രീഷ്യനെ കാണുകയും ഒരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യനെ കാണുകയും അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തേടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം വേറെ എന്തെങ്കിലും ഇതിനോട് അനുബന്ധിച്ച് വേറെ എന്തെങ്കിലും തകരാറുണ്ടോ എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനസിക രോഗമല്ല. ഇറ്റ്സ് നോട്ട് സൈക്യാട്രിക് ഇൽനെസ്. അതൊരു സ്പെക്ട്രം ഓഫ് ഡിസോർഡർ ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇലോൺ മസ്ക്, പുള്ളി ഓട്ടിസമുള്ള ഒരാളാണെന്നാണ് പറയപ്പെടുക. നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചി, പിന്നെ ആരാ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇവരൊക്കെ ഓട്ടിസം ഉണ്ടായിരുന്നവരാണെന്നാണ് പറയുക. ഇവരിലൊക്കെ എന്തൊക്കെയോ ഒരു പ്രത്യേക കഴിവ് ഇവരിൽ ഉണ്ടായിരിക്കും എന്നുള്ളതും കൂടി ഉണ്ട് കേട്ടോ. ആ കഴിവിനെ ഒന്ന് വളർത്തിയെടുക്കാനും അത് കണ്ടുപിടിച്ചെടുക്കാനും വീട്ടിലുള്ളവർക്കൊരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഏർലി ഡയഗ്നോസിസ് എപ്പോഴും ട്രീറ്റ്മെൻറ്റിന് എപ്പോഴും സഹായകമായിരിക്കും. ഇപ്പം ശരിക്കും ഓട്ടിസത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ് തെറാപ്പിയാണ്. അത് പീഡിയാട്രീഷ്യൻ മാത്രമല്ല, ഒരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ ഉണ്ടാവണം, സൈക്യാട്രിസ്റ്റ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ടാവും, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ അതൊരു ടീം വർക്കാണ്. അപ്പോൾ അങ്ങനെ തെറാപ്പിയിലൂടെ വേണം നമുക്ക് ആ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുക. ഓട്ടിസം മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല, അവരെ ഒറ്റയ്ക്കാക്കാൻ പാടില്ല. കൂടുതൽ കെയർ ചെയ്ത് അവരെ ശരിക്കും പറഞ്ഞാൽ മെയിൻ സ്ട്രീമിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് അനുഭവത്തിലൂടെ മനസ്സിലാവുന്നത്.
ഈ അടുത്തിടയിൽ എൻ്റെ അടുത്ത് വന്ന അമ്മ ജോലി ഉപേക്ഷിച്ച് മകൻ ഓട്ടിസമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഗൾഫിലുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ വന്നു. മോന് എൻ്റെ അടുക്ക വന്നു സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്നെ വന്ന് കണ്ട് ഒത്തിരി ബെറ്ററായി എന്ന് പറഞ്ഞിട്ട് പോവുകയുണ്ടായി. അപ്പോൾ തെറാപ്പി കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ എപ്പോഴും കുഞ്ഞുങ്ങൾ എപ്പോഴും ബെറ്റർ ആവും. കുഞ്ഞിനെ കൊണ്ടാണ് അമ്മ എൻ്റെ അടുക്കൽ വന്നത്. സോ ഐ വാസ് സോ ഹാപ്പി ടു സീ ദാറ്റ് ചൈൽഡ്. അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഡെവലപ്മെൻ്റൽ ഡിലേയും ഓട്ടിസം അല്ല, എല്ലാ സ്പീച്ച് ഡിലേയും ഓട്ടിസം അല്ല. അപ്പോൾ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏർലി ഡയഗ്നോസിസ് ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും നല്ലതായിരിക്കും. വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അതായത് നമുക്ക് എത്ര തിരക്കുണ്ടായാലും കുറച്ച് സമയം അവരുടെ കൂടെ കഥകൾ പറഞ്ഞു കൊടുക്കാനും, ഒരു പിക്ചർ ടൂൾസ് കാണിച്ചിട്ട് അതിനകത്ത് നിന്ന് ഒരു കഥയുണ്ടാക്കാനും ഒക്കെ അവരെ പഠിപ്പിക്കുക, അവരുടെ കൂട്ടത്തിലിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കൂടെ എപ്പോഴും ആയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ മുമ്പേ പറഞ്ഞ ആ ഉദാഹരണത്തിൽ ജോലി ഉപേക്ഷിച്ച് അമ്മ വീട്ടിൽ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ശരിയാവാൻ വേണ്ടിയിട്ട് ആ അമ്മ വന്നതുപോലെ. പിന്നെ അതിനോടൊപ്പം തന്നെ അവരെ ഓക്കെ. സോ ഡോക്ടർ, അടുത്തായിട്ട് നമുക്ക് ഈ കുട്ടികളിലെ പ്രതിരോധശേഷി എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ. സാധാരണയായിട്ട് പാരൻസ് വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ ഡോക്ടറെ സ്കൂളിൽ പോകാൻ തുടങ്ങി 2 ദിവസം സ്കൂളിൽ പോകും, പിന്നെയുള്ള 2 ആഴ്ചത്തേക്ക് സ്കൂൾ കാണുന്നില്ല, ഒരു മാസമായി സ്കൂളിൽ പോയിട്ട്, എന്നാ ചെയ്യുക? ഈ കൊച്ചിനിങ്ങനെ പനിയും ചുമയും വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കൊച്ചിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക? സാധാരണയായിട്ട് പാരൻസ് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്. കോവിഡ് കാലം, എനിക്ക് തോന്നുന്നത് കോവിഡ് കാലത്താണ് പീഡിയാട്രിക്സിൽ ഏറ്റവും കുറവ് പേഷ്യൻസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം സ്കൂളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു, സ്കൂളുണ്ടായിരുന്നില്ല, കുഞ്ഞുങ്ങളെല്ലാവരും വീട്ടിൽ തന്നെയായിരുന്നു, അവരൊന്നിനോടും എക്സ്പോസ്ഡ് ആയിട്ടില്ല. അപ്പം വളരെ സീരിയസ് ആയിട്ടുണ്ടായിരുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത്. അല്ലാതെ ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളെ കയറുന്നുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളിലെ പ്രതിരോധ ശേഷി എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ജനിക്കുമ്പോൾ തന്നെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ആൻറ്റിബോഡീസ് വഴിയായിട്ട് നമുക്കുണ്ടാകുന്ന പ്രതിരോധ ശക്തി, അതൊരു 6 മാസം വരെ അമ്മയുടെ മുലപ്പാലിൽ നിന്ന് അങ്ങനെ കിട്ടുന്ന ഒരു പ്രതിരോധ ശക്തിയുണ്ട് നമുക്ക് ആൻറ്റിബോഡീസ് വഴിയായിട്ട്. അത് കഴിയുമ്പോൾ നവജാത ശിശുക്കളിലാണ് പ്രതിരോധ ശക്തി ഏറ്റവും കുറവുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അത് കഴിയുമ്പോഴത്തേന് ഓരോരോ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നു. ഒരു കാര്യത്തിനായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഡസ്റ്റിനോട് അല്ലെങ്കിൽ കോൾഡിനോട് അപ്പോൾ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു അതിനെ ആൻറ്റിജൻ എന്ന് പറയുക, നമ്മുടെ ശരീരത്തിലൊരു ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ ആ വസ്തുവിനോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള നമ്മുടെ ആൻറ്റിബോഡീസ്, അവരാണ് നമ്മുടെ ഭടന്മാർ, അവർ നമ്മുടെ സോൾജിയേഴ്സായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ. അപ്പോൾ അവർ ഉണർന്നെഴുന്നേറ്റ് ഈ പുറത്തുനിന്ന് വന്ന ഈ ആളിനെ പ്രതിരോധിക്കുന്നത്. അതാണ് നമ്മുടെ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാക്സിൻസിൻ്റെ ഒക്കെ ബേസിക് ഒരു ഫണ്ടമെൻ്റൽ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും, നാച്ചുറലായിട്ട് കിട്ടുന്നതും പിന്നെ പാസീവായിട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി, അതൊരു ഭാഗം. അപ്പം വാക്സിൻ വഴിയായിട്ട് നമ്മളുടെ പ്രതിരോധ ശക്തി കുഞ്ഞുങ്ങളിൽ കൂടാനിടയാകും. നമ്മുടെ ഗവൺമെൻറ് പറയുന്ന എല്ലാ വാക്സിനുകളും തന്നെ കറക്റ്റ് സമയത്ത് എടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, കോവിഡ് കാലത്ത് നമ്മൾ ചെയ്തിരുന്ന ഒരു നല്ല കാര്യമുണ്ട്, ഹാൻഡ് വാഷിങ്. കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അവർ പുറത്ത് പോയി മണ്ണിലും അതിലും എല്ലാത്തിൽ നിന്നും കളിച്ചിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ വൃത്തിയായിട്ട് കൈ കഴുകി സോപ്പിട്ട് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാനും പോവാനും ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും എല്ലാം കൈ വൃത്തിയായിട്ട് കഴുകാൻ അവരെ ഒന്ന് പഠിപ്പിക്കുക. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ. അപ്പോൾ ഹാൻഡ് വാഷിങ് ടെക്നിക്ക് അത് പിള്ളേർ പാട്ടിലൂടെ തന്നെയും ഹാൻഡ് വാഷിങ് ടെക്നിക്ക് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അവർ തന്നെ അത് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഹാൻഡ് വാഷിങ് ടെക്നിക്ക് എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. പിന്നെയുള്ള കാര്യം
ഭക്ഷണമാണ്, എന്ത് തരം ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയുന്ന പിള്ളേർക്ക് പലപ്പോഴും നമ്മൾ ബിസ്ക്കറ്റ്, നമ്മളുടെ ബേക്കറി ഐറ്റംസ് നല്ലതാണ്, വല്ലപ്പോഴും ഒക്കെ കൊടുക്കാം. പക്ഷെ അതൊരു റുട്ടീൻ ആവുമ്പോഴാണ് ഇത് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് അതിനകത്ത് നിന്നൊന്നും കിട്ടുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബാലൻസ്ഡ് ഡയറ്റ് വേണം, സമീകൃത ആഹാരം വേണം. അതിനകത്ത് നമ്മുടെ സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ്, 5 സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിനകത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അന്നജം, അതായത് നമ്മുടെ ചോറ്, ചപ്പാത്തി, ഗോതമ്പ് ഐറ്റംസ്, ഉരുളക്കിഴങ്ങ്, അങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വരുന്നതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് എന്ന്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ള, പിന്നെ സോയാബീന്, ചിക്കന്, അങ്ങനെയൊക്കെയുള്ളതാണ് പ്രോട്ടീൻ എന്ന് പറയുക. ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊഴുപ്പ്, റെഡ് മീറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത്. പിന്നെ മിനറൽസ്, വൈറ്റമിൻസ് നമ്മുടെ എല്ലാ പഴവർഗ്ഗങ്ങളിൽ നിന്ന് വെജിറ്റബിളിൽ നിന്ന് കിട്ടുന്നതാണ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയും അളവ് കുറയുകയും പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും കൂടുതലായിട്ട് നമ്മൾ കഴിക്കുകയും ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കുട്ടികളാണെങ്കിൽ വെജിറ്റബിൾ കഴിക്കത്തേ ഇല്ല, ചിലർ ഫ്രൂട്ട്സ് കഴിക്കത്തേ ഇല്ല, ചിലരാണെങ്കിൽ ചിക്കൻ മാത്രം മതി, ചിലർക്ക് റെഡ് മീറ്റ് മാത്രം മതി. അപ്പോൾ ഫാസ്റ്റ് ഫുഡിനോട് താല്പര്യമുള്ളവർ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ തന്നെ ശീലമാക്കുകയും കഴിപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പറയുന്നത് നമ്മുടെ അയൺ, കാൽസ്യം, പിന്നെ മെയിനായിട്ടുള്ള വൈറ്റമിൻ എ, ഇ, ഡി, ഇതെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പം വൈറ്റമിൻസ് ഇ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സെല്ലിൻ്റെയൊക്കെ രൂപീകരണത്തിനും സെല്ലിൻ്റെയൊക്കെ ഇൻറ്റഗ്രിറ്റിയൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിനും എപ്പിത്തീലിയൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഒത്തിരി നല്ലതാണ്. വൈറ്റമിൻസ് എ എന്ന് പറയുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നത് ഭക്ഷണങ്ങളിൽ നിന്നാണ്. അപ്പോൾ മൾട്ടിപ്പിളായിട്ടുള്ള നമ്മുടെ റെയിൻബോ വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്ന പോലെ അതിനകത്ത് വെജിറ്റബിൾസിനകത്ത് നിന്നൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നന്നായിട്ട് അയൺ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കുമെന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കറക്റ്റ് സമയത്ത് ഉറങ്ങുക. നന്നായിട്ട് ഉറങ്ങാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. സമയത്ത് ഉറങ്ങി സമയത്ത് രാവിലെ എഴുന്നേൽക്കാനും അവരെ ശീലിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. നന്നായി ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ ആരോഗ്യകരമായ കാര്യങ്ങൾ. ഇപ്പം എക്സസൈസ് വിത്ത് യുവർ ഫാമിലി. നിങ്ങളുടെ കുഞ്ഞ് പന്ത് കളിക്കുകയാണെങ്കിൽ നിങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കളിക്കണം. പന്ത് കളിക്കുന്നു, അങ്ങ് ഓടിക്കളിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിനും എക്സസൈസ്, നിങ്ങൾക്കും ഒരു ചെറിയൊരു എക്സസൈസ്. അപ്പോൾ പ്ലേ വിത്ത് യുവർ ഫാമിലി. അങ്ങനെയാവുമ്പോൾ മാനസികമായിട്ടുള്ള ആരോഗ്യവും ശാരീരികമായിട്ടുള്ള ആരോഗ്യം വർദ്ധിക്കും. മൊത്തം കെട്ടി മൂടി പൊതിഞ്ഞ് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണമെന്നോ ഒട്ടും എക്സ്പോസ്ഡ് ആവണമെന്നോ ഞാൻ പറയില്ല. കാരണം കുഞ്ഞുങ്ങൾ എക്സ്പോസ്ഡ് ആയാലേ അവർക്ക് എന്താണ് പ്രശ്നം ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ മഴ കൊള്ളാതെ, കാറ്റ് കൊള്ളാതെ, വെയിൽ കൊള്ളിക്കാതെ നമ്മൾ വളർത്തണമെന്നല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പോസ്ഡ് ആവട്ടെ, ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇഷ്യൂസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാലേ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ ഒരു പരിധിവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കുഞ്ഞുങ്ങളിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക. ഓക്കെ ഡോക്ടർ, ഇനി ഈ കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? പേര് പറയുന്ന പോലെ തന്നെ കൺജനിറ്റലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കുന്ന ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. അത് തിരിച്ചറിയണം. എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ജനിക്കുന്ന ഉടനെ നമുക്ക് ടെസ്റ്റ് ചെയ്താലേ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. അപ്പോൾ ഞാൻ സെൻറ്റ് ജോൺസിലായിരുന്ന സമയത്ത്, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് എൻഡോക്രൈന് വേണ്ടി, പീഡിയാട്രിക് എൻഡോക്രൈന് വേണ്ടിയിട്ട് ഒരു ദിവസമുണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയ കുട്ടി, അധികം പൊക്കമില്ല, വണ്ണമില്ല, പക്ഷേ മുഖം കണ്ടാൽ തീരെ കുട്ടിയാണെന്ന് തോന്നില്ല. ചാർട്ട് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ ഏജ് 10-12 വയസ്സെങ്ങാണ്ടുണ്ട്. പക്ഷേ വെയിറ്റ് നോക്കിയപ്പോഴൊന്നും അത്രയൊന്നും കാണുന്നില്ല. വെയിറ്റില്ല, ഹൈറ്റില്ല, വളരെ കുറവ്. അപ്പോഴാണ് ഡയഗ്നോസിസ് കാണുന്നത് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം.
പിന്നീട് ഹിസ്റ്ററി എടുത്തപ്പം സിബ്ലിങ്ങിനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സിബ്ലിങ്ങിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് അമ്മയ്ക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ തൈറോയ്ഡ് ചെക്ക് ചെയ്തില്ല. അവർ കർണാടകത്തിൽ ഒരു ഔട്ട്സ്കേർട്സിൽ താമസിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ അവിടെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കറക്റ്റ്. അവിടുന്ന് അവർ നോക്കിയില്ല. അമ്മയ്ക്ക് മരുന്നുണ്ടായിരുന്നു, പക്ഷേ കുഞ്ഞിൻ്റെ ഒരു ചെക്കിങ്ങും നടന്നില്ല. ഇവർ തിരിച്ചറിയുന്നത് കുഞ്ഞ് സ്കൂളിലെ പെർഫോമൻസ് ഡൗൺ ആയി കഴിഞ്ഞപ്പോഴാണ്. സ്കൂളിൽ നന്നായിട്ട് പോകുന്നില്ല, കൊച്ചിന് ശരീരത്തിന് വളർച്ചയില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ കാരണം അന്വേഷിക്കുന്നതും ട്രീറ്റ്മെൻറ്റിന് വരുന്നതും. പിന്നീട് നമുക്ക് സെൻറ്റ് ജോൺസിലേക്ക് വരികയൊക്കെ ചെയ്തു. പെരിഫറിയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് സെൻറ്റ് ജോൺസിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ ഒരു കുട്ടി. ആ ഒരു പ്രശ്നം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വിൽ ബി മോസ്റ്റ് എഫക്റ്റീവ് ഇഫ് ഇറ്റ് ഈസ് ഡയഗ്നോസ്ഡ് ഏർലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ആദ്യത്തെ 72 മണിക്കൂറിനുള്ളിൽ TSH കുഞ്ഞുങ്ങൾക്ക് ചെയ്യണം. അത് ആദ്യത്തെ ഒന്നുകിൽ കോഡ് ബ്ലഡിൽ ചെയ്യാം. കോഡ് ബ്ലഡിൽ അത് 20 കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളത് ബ്ലഡിൽ റിപ്പീറ്റ് ചെയ്ത് നമുക്കതിൻ്റെ വാല്യൂ നമുക്ക് നോക്കണം. അത് നോർമലിലാണോ എന്ന് നോക്കുക. നോർമലിലല്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഏർലി ട്രീറ്റ്മെൻറ്റ് ബെറ്റർ വിൽ ബി ചൈൽഡ് ലൈഫ്. എന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു കുഴപ്പം? കുഞ്ഞുങ്ങളിലെ വളർച്ച ഞാനിപ്പോൾ പറഞ്ഞില്ലേ, വെയിറ്റ് ഉണ്ടാവത്തില്ല, ഹൈറ്റ് ഉണ്ടാവത്തില്ല, കുഞ്ഞിന് മാനസികമായിട്ട് ഈ IQ കുറയും, പഠിക്കാൻ പറ്റുകയില്ല. അപ്പോൾ മൊത്തമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഇവർ കടന്നു പോകുന്നു. പിന്നെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പം ഹൈപ്പോതൈറോയിഡിസം നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്തു. മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ഈ വലിയൊരു ടാബ്ലറ്റ് കഴിക്കുന്നത് പോലെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ജീവിതകാലം മൊത്തം കഴിക്കേണ്ട വരുമോ? അതാണ് ഒരു ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന് പെർമനൻ്റ് ആയിട്ടുണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടുണ്ടാകുന്നുണ്ട്. സാധാരണയായിട്ട് കുഞ്ഞുങ്ങളിൽ കാണുന്നത് ഈ ടെമ്പററി ആണ്. ടെമ്പററി ആയിട്ടുള്ളത് ആദ്യത്തെ ഒരു 3 വർഷം നമ്മൾ കറക്റ്റ് അളവിൽ കുഞ്ഞിനെ മരുന്ന് കൊടുത്തതിന് ശേഷം 1 മാസം, ഒരു 3 വർഷം കൊടുത്തതിന് ശേഷം നമ്മൾ 1 മാസം ബ്രേക്ക് ചെയ്യും. 1 മാസം എങ്ങനെയുണ്ട്, 1 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമ്മൾ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് അത് നോർമൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മരുന്ന് അവിടെ നിർത്താം. അതേസമയം ഇപ്പോൾ ചില കുഞ്ഞുങ്ങളിൽ ഈ 1 മാസത്തെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നീടും ഇതിൻ്റെ TSHൻ്റെ അളവ് കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ വ്യത്യാസം കാണുകയാണെന്നുണ്ടെങ്കിൽ, അബ്നോർമൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം, സ്കാൻ വേണ്ടി വരും. അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം തൈറോയിഡിൻ്റെ ഗ്രന്ഥി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അതെന്തുകൊണ്ടാണെന്നുള്ള റീസൺ നമ്മൾ കണ്ടുപിടിക്കുകയും അതോടൊപ്പം തന്നെ ചിലപ്പോൾ ലൈഫ് ലോങ് ആ മെഡിസിന് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം ഈസ് ട്രീറ്റബിൾ വിത്ത് ഗുഡ് റിസൾട്ട്സ്. ഓക്കെ ഡോക്ടർ, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ കേൾക്കുകയുണ്ടായി. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇത്രയും ഇൻഫർമേഷൻസ് ഞങ്ങളായിട്ട് പങ്കുവച്ചതിന് ഒരുപാട് താങ്ക് യു ഡോക്ടർ. താങ്ക് യു. പുതിയ അറിവുകളുടെ ജാലകവുമായി ഇനിയും നിങ്ങളുടെ മുൻപിൽ വരാമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.